അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ ഇന്ന് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി പരിശോധിക്കാം. MLA സ്ഥാനം രാജിവെക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് രാഹുൽ ഇന്നുമുള്ളത്. രാജി ആലോചനയിൽ പോലും ഇല്ല എന്നുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാജി സമ്മർദ്ദം ഏറുന്നതിനിടയിലാണ് ഇത്തരം വെല്ലുവിളിയുമായി MLA രംഗത്തെത്തിയിരിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം അടൂരിലെ വീട്ടിൽ വാർത്താ സമ്മേളനത്തിനിടയിലും അല്ലെങ്കിൽ വാർത്താ സമ്മേളനം ആരംഭിച്ച വേളയിലും രാജിവെച്ചോ എന്നൊക്കെ ഒന്നും അറിയാത്ത മട്ടിൽ ചോദിക്കുന്ന രാഹുൽ മങ്കൂട്ടത്തിനെ കണ്ടു. ഇന്ന് ഷാഫി പറമ്പിലും സമാനമായ ബോഡി ലാംഗ്വേജിൽ തന്നെയാണ് മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. വീണ്ടും രാജിവെക്കില്ല, MLA സ്ഥാനം വിട്ടൊഴിയില്ല എന്ന് തന്നെയാണല്ലേ രാഹുലിന്റെ നിലപാട്? രാഹുൽ പരസ്യമായിട്ടുള്ള പ്രതികരണത്തിന് 2 ദിവസമായി തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി രാജ്യപ്രഖ്യാപനം നടത്തിപ്പോയ രാഹുൽ പിന്നീട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. മറ്റു പൊതുപരിപാടികൾക്കൊന്നും പങ്കെടുക്കാനോ ഒരു നിരത്തിലേക്ക് ഇറങ്ങാനോ ഒന്നും രാഹുൽ തയ്യാറായിട്ടില്ല. പ്രതിഷേധങ്ങളും കനക്കുകയാണ്. ഇതിനിടയിൽ രാഹുലുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരമാണ് രാജിയിലേക്ക് രാഹുൽ ഇല്ല എന്നുള്ള കാര്യം. ഇത് പരസ്യ പ്രതികരണമായി ഇതുവരെയും രാഹുലിൽ നിന്നും ലഭ്യമായിട്ടില്ല. രാഹുലിന് രാജി സന്നദ്ധ ഇല്ല, രാജിയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, രാജി വെക്കാനുള്ള നിലപാടിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതുവരെയും ഒരു പ്രതികരണത്തിലേക്ക് കടക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. പല ചോദ്യങ്ങളും ബാക്കിയുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി രാഹുലിന്റെ അടൂരുള്ള വീടിന് മുന്നിൽ മാധ്യമങ്ങളുണ്ട്. പല കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്നതിന് വേണ്ടി, പ്രതികരണത്തിന് വേണ്ടി രാഹുലിനോട് ആരായുന്നുണ്ട്. പക്ഷേ ഇതുവരെയും കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മണിക്കൂറുകളിലും രാഹുൽ പ്രതികരണത്തിനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇന്ന് VD സതീശന്റെ പ്രതികരണം ഉണ്ടായി, ഷാഫി പറമ്പിലിന്റെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും രാഹുലിനെ തള്ളാതെ തന്നെ ചേർത്ത് നിർത്തുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ രാഹുൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താൻ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള കാര്യം ശക്തമായി തന്നെ ഉയരുകയാണ്. സംസ്ഥാന വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. പാലക്കാട് രാഹുലിന്റെ മണ്ഡലത്തിലും ഒപ്പം രാഹുലിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന അടൂരുമെല്ലാം ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും മറ്റ് സംഘടനകളുടെ എല്ലാം ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. രാഹുലിന്റെ വീട് ഇപ്പോൾ പോലീസ് ബന്ദോബസ്തിലാണ്. വീട്ടിൽ ശക്തമായ പോലീസ് കാവൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകർ വീടിനുള്ളിലേക്ക് തള്ളിക്കയറുന്ന പ്രതിഷേധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ബന്ദോബസ്ത് മണിക്കൂറുകളായി രാഹുലിന്റെ വീടിന് മുന്നിൽ ഒരുക്കിക്കൊണ്ട് പോലീസ് കാവല് ഈ വീടിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാന കാര്യം, പല ചോദ്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. രാജിയിലേക്ക് പോകുന്നില്ല എന്ന് രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നും വിവരം ലഭിക്കുമ്പോൾ രാജി സന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള യാതൊരു നിലപാട് പോലും രാഹുലിന്റെ മനസ്സിലില്ല എന്നുള്ള വിവരം കൃത്യമായി തന്നെ ലഭിക്കുമ്പോൾ ഇതിൽ പരസ്യ പ്രതികരണം നടത്താൻ രാഹുൽ തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. VD സതീശനും ഷാഫി പറമ്പിലും രാഹുലിനെ തള്ളാതെ തന്നെ രാഹുലിനെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇനി വരും മണിക്കൂറുകളിൽ രാഹുൽ ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഈ കാര്യം രാജി സന്നദ്ധതയ്ക്കില്ല എന്നുള്ള നിലപാട് പരസ്യമായി തന്നെ രാഹുൽ തുറന്നു പറയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും പ്രതിഷേധം ശക്തമായി തന്നെ ഉയരുന്നു. പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന കേരളത്തിലെ പ്രധാന യുവജന സംഘടനയുടെ നേതൃപദവിയിലുണ്ടായിരുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഹുൽ രാജിവെക്കാം, MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ള കാര്യം വ്യാപകമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ എന്ത് മറുപടി രാഹുൽ നൽകും എന്നുള്ളത് വ്യക്തത വരുത്തിക്കൊണ്ട്, ഇക്കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരുത്തിക്കൊണ്ട് എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം രാഹുലിന്റെ പ്രതികരണത്തിൽ നിന്നും പല കാര്യങ്ങളിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തി രാജി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറിപ്പോയ രാഹുൽ പിന്നീട് വീടിൽ നിന്നും പുറത്തിറങ്ങാതെ അവിടെ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ പല കാര്യങ്ങളിലും വ്യക്തത ഇനി വരേണ്ടതുണ്ട്. ഒന്ന്, രാഹുലുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദശകലത്തിൽ രാഹുൽ തന്നെയാണോ എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിന് വ്യക്തത വരുത്താൻ രാഹുൽ തയ്യാറായിട്ടില്ല. കൃത്രിമമായി അത്തരം സന്ദേശങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ രാഹുലാണ്. ആ കാര്യത്തിൽ ഇത് രാഹുലിന്റെ ശബ്ദം തന്നെയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ രാഹുൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ട്രാൻസ്ജെൻഡർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമുണ്ട്. നിരവധിയായിട്ടുള്ള പല പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും രാഹുൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം രാജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാന വ്യാപകമായി രാഹുലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലം ആ സമയത്തും രാഹുൽ പൊതുപരിപാടികളും മറ്റ് സ്വകാര്യ പരിപാടികളും എല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇന്നലെയും രാഹുലിന് പത്തനംതിട്ടയിൽ സ്വകാര്യ പരിപാടികൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ പാലക്കാട് നിന്നും വീട്ടിലേക്ക് വരികയും ചെയ്തത്. ആ സ്വകാര്യ പരിപാടികൾ രാഹുൽ ഒഴിവാക്കി. ഒപ്പം പൊതുപരിപാടികൾ ഇന്നലെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നു. പല പൊതുപരിപാടികളിൽ നിന്നും രാഹുലിനെ ഒഴിവാക്കിയിട്ടുമുണ്ട്. വീട്ടിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ്. വീട് പോലീസ് ബന്ദോബസ്തിലുമാണ് നിലവിൽ ഉള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ ഇപ്പോൾ ഷാഫി പറമ്പിലും ഒപ്പം VD സതീശനും നടത്തിയിരിക്കുന്ന നിലപാടുകളെ, പ്രതികരണങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ എന്നുള്ളതാണ്, പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അനു.